ഇപ്പൊ ഓടി വരാ സീറ്റ് പെരേടകത്ത് നിന്ന് വിളിച്ചാ ഓടി വരും. അന്നേരം തിന്നാൻ കിട്ടൂലോ. അവളെ വിളിച്ചു പോയിട്ട് വേണേ എവിടെ നിന്ന് വിളിച്ചാലും വരും. ഇത് തീറ്റ തിന്നാനായിരുന്നു. വലിയ പൂച്ചയോ? പിന്നെ വലിയ പൂച്ച ഇപ്പഴും തുറക്കൂലോ. വലിയ പൂച്ചയൊക്കെ തുറക്കും. സ്നേഹമുള്ള പൂച്ച അതാ ഇതിനെ തുറന്നു വിടും. ആണോ? ബാസ്കറ്റ് തുറന്നോ? വലിയവള് തുറന്നു കൊടുത്തയാണോ? അവളവിടെ മുഴുവൻ തപ്പുന്നുണ്ടായിരുന്നു. അയ്യോ, ഇന്നലെ രാത്രി മുഴുവൻ തപ്പായിരുന്നു. അവളെന്ന് വെച്ച് ബാത്റൂമിൽ പോകാൻ ചെല്ലുമ്പോ അവിടെ എല്ലാം തപ്പി മണത്ത് തപ്പി നടത്തുക. ഇത് മുള്ളി ഇട്ടിട്ടെല്ലാം പോയി മണത്ത്. അത് കഴിഞ്ഞേച്ച് എൻ്റെ കൂടെ കയറി വന്നു പപ്പയുടെ കട്ടിലിൻ്റെ മുഴുവനും കയറി നോക്കി, കട്ടിലിൻ്റെ അടിയിൽ നോക്കി, ഒക്കെ നോക്കി. പിന്നെ ആശാട്ട് ഇപ്പുറത്തോട്ട് കയറി, ഇപ്പുറമെല്ലാം നോക്കി. അത് കഴിഞ്ഞ് ഓടി വന്ന് ഞാൻ കഥ കിടക്കുന്നതിന് മുന്നേ ഓടി വന്ന് നമ്മുടെ മുറിയിലോട്ട് കയറി. എന്ന് വെച്ചാൽ ആ ഫാൻ്റെ ഇടയിൽ കിടക്കുന്നിടം എല്ലാം പോയി നോക്കി വെച്ച് ഇതിനൊരു പിടുത്തവും കിട്ടുന്നില്ല. ഇതെന്ന് വെച്ചാൽ ജനലിൽ ഇപ്പുറം ചാടി പുറത്തിറങ്ങാൻ വേണ്ടി ജനലിലോട്ട് ചാടിയതും ജനൽ അടച്ചിട്ടേക്കാം. വീണ്ടും ഇറങ്ങി. എന്നിട്ട് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങാൻ ഒരു വഴി നോക്കി ഇതിങ്ങനെ ഈ ജനൽ നോക്കി ഇരിക്കുക. ഞാൻ എന്നിട്ട് വന്നോടം വരെ അങ്ങനെ ഇരിക്കുന്നു. വെളുപ്പിനെ 6 കുഞ്ഞാപ്പി 6 മണിക്ക് അപ്പൊ ഞാൻ വായിൽ തുറന്നു കൊടുത്തപ്പോഴത്തേനും ചാടി ഇങ്ങനെ ഇറങ്ങി പോന്നു. പിന്നെ ആ പൂച്ച ഇന്നലെ കിടന്ന് ഉറങ്ങിയിട്ടില്ല. ഇവിടെ ഇറങ്ങിയിട്ടില്ല, ഇതിനെ തപ്പി നടക്കും. ഇറങ്ങിയിട്ടില്ല. മറ്റേത് സുഖമായിട്ട് കിടന്നുറങ്ങി തണുമ്പും കൊണ്ട്. അപ്പൊ ഈ പൂച്ചക്കുഞ്ഞിനെ കൊടുത്തു കഴിഞ്ഞാൽ അതന്നെ ചെയ്യും. അത് തന്നെ ഞാനും ചോദിച്ചേ. ഇന്നലെ കിടന്ന് ഉറങ്ങിയില്ല. അത്രയ്ക്ക് സൗഹൃദമായി പോയി രണ്ടും കൂടി. കുരുത്തക്കേടാണ്. ഇതിനെ എനിക്ക് ഇഷ്ടല്ല. ഇതിനെ ഇഷ്ടല്ല. ഇതിനെ കൊടുക്കാം. ഇതിനെ നീ അല്ലേ കൊടുക്കാന്ന്. അതിന് എനിക്ക് ഇഷ്ടമില്ല. പെരയുടെ അകത്ത് തോറും പുളി കഴിച്ചോടാ? പുളി കഴിച്ചോ? അത് നിങ്ങള് ഈ തണുപ്പ് കൊള്ളാതെ കേറി പെരയുടെ ഇല്ലെങ്കിൽ വേഗം ഒരു സ്കൂളിൽ പോയി. 8 മണി ആയതേ ഉള്ളൂ. അമ്മ നീ പോകെ അമ്മ. ഈ കുഞ്ഞിപ്പൂച്ചക്കില്ല അമ്മ മരം കയറണമെന്നുണ്ട്, പക്ഷെ കയറാനും പറ്റില്ല. കാക്കൂടെ മരത്തിന് അങ്ങ് അറ്റം വരെ ഇതുപോലെ 2 പൂച്ച. അമ്മയും കുഞ്ഞും പോലെ നടന്നു തരാം. രണ്ടും ഞാൻ വിളിക്കുന്ന തക്കുടി ചേച്ചി. മക്കളൊന്നും അല്ലായിരുന്നു. എനിക്ക് വളർത്തിയാല് ലില്ലുവും തക്കുടും. ലില്ലു അല്ല ലില്ലിയും തക്കുടും. മക്കള് മാറി കിട്ടിയില്ല. അത്രക്ക് സ്നേഹമായിരുന്നു. സ്നേഹമല്ല, അനുസരണയുണ്ട്. നല്ല സ്നേഹമുണ്ട്. ആർക്കും ഉണ്ടാവും, അനുസരണം എല്ലാത്തിനും ഉണ്ടാവും. പക്ഷെ ഇതും സ്വീറ്റിക്കുണ്ട്. അത് അങ്ങനത്തെ പൂച്ചയുണ്ട്. അല്ലേ പിന്നെ നമ്മുടെ തക്കുട് ഓസ് മാടി അങ്ങോട്ട് ഇടാ. ചേട്ടൻ ഇപ്പൊ വാടക പിടിക്കാൻ വരും. തക്കുടു ചത്തുപോയി. പൊന്നു ലില്ലിനെ കണ്ടിട്ടില്ലല്ലോ? കണ്ടിട്ടില്ല. ഞാൻ കണ്ടിട്ടുണ്ട്. അമ്മച്ചി അവിടെ ഒരു ഓട്ടം നിന്ന് അമ്മച്ചീനെ നോക്കിക്കൊണ്ടിരിക്കും അല്ലേ? അമ്മച്ചിയാന്ന് പറയുമ്പോ ഓടി വരവാ, ചാടി മേത്തോട്ട് കയറും. ലില്ലി ഷില്ലു നമ്മുടെ കൂടെ വന്നിട്ട് എവിടെയോ പോയി. നമ്മുടെ കൂടെ പോയി. എന്നിട്ട് 2-3 ആഴ്ച കഴിഞ്ഞ് വന്നു ഷില്ലു.
എന്നാലും ആ 3-4 ആഴ്ച കഴിഞ്ഞ് വന്നല്ലോ, നമ്മുടെ അപ്പു പോയ പോക്കങ്ങ പോയി. സ്റ്റില് വഴി തെറ്റിയതാ, വഴി ഓർത്ത് വന്നപ്പോഴത്തേനും 2-3 ആഴ്ച ആയി. പക്ഷെ നമ്മുടെ അപ്പു പോയത് നീ തല്ലിയിട്ടാ. അവനെ ഞാൻ എടുത്തോണ്ട് നടക്കുന്നില്ലേ. കുസൃതി ഇതിന്റെ കുണ്ടിയുള്ളേ. മുളകുണ്ട്. ഇതിന്റെ കണ്ണ് കണ്ടോ? ലൈറ്റ് അടിക്കുമ്പോ വെള്ള നീല കണ്ണ്. പൂച്ചയ്ക്ക് ഒരു വട്ടമില്ല, ഇത് വട്ടല്ല, ഒരു പൊട്ട്. പാമ്പിന്റെ കണ്ണു പോലെ, തവളയുടെ കണ്ണു പോലെ. മഞ്ഞയില് കറുപ്പൊരു കുഞ്ഞു പൊട്ട. ഇവൾക്ക് കളിയോട് കളിയാ. അത് കറക്റ്റാ. അതിന്റെ അടുത്ത് കളിച്ചതാ. ഞാൻ വീണതല്ല കേട്ടോ, ഇവിടെ ചാടി ഇരുന്നതാ. ഓ ഓ പിന്നെ അത് ഭയങ്കര കളിയില്ല. അന്നേരം കുഞ്ഞാപ്പിയുടെ കൊട്ട് കേട്ടാൻ പാടില്ല. എടാ പല്ലി വെക്കടാ വിശക്കുന്നവര് ചായ കുടിക്കണമെങ്കിൽ. കളിമോട് അവസാനിച്ചെന്ന് തോന്നുന്നു. അവസാനിച്ചില്ല. അയ്യോ പാവ എടുക്കാൻ നോക്ക, കിട്ടിയതോ അയ്യോ പോയി. പക്ഷെ വേണ്ട കുഞ്ഞാപ്പി എടുക്കണ്ട. പോ. ഈ പ്രാവശ്യം ഞാനാ പോയത്. അടുത്ത പ്രാവശ്യം ഞാൻ നിന്റെ എടുത്തറിയും. അമ്മയായി പോയി. കാണിച്ചതുണ്ടമ്മ. ഞാൻ ഈ പാവ അവൾക്ക് കൊടുത്തു കളിക്കാനേ. പക്ഷെ ഇവള് ഈ കടന്ന് കളിയോട് കളിയാ. പോയി. മേളിൽ ചെന്നിട്ട് നാം കൊണ്ടാ പാവേനെ നോക്കും. നമ്മള് കഴിഞ്ഞ ദിവസം നാട്ടിൽ പോയപ്പോ 7 മണിയായി ഇവിടുന്ന് ബസ്. 6 മണിക്കത്തെ ബസ് പറഞ്ഞിട്ട് 7 മണിയായി ഈ സമയമായി. അന്നേരം പോയിട്ട് റോഡ് കാണാനില്ല, മഞ്ഞ് കാരണം. മുന്നിൽ വരുന്ന വണ്ടി കാണുന്നേ ഇല്ല. അമ്മ ആലക്കോട് തളിപ്പറമ്പ് വരെ അങ്ങനെയായിരുന്നു, ഭയങ്കര മഞ്ഞായിരുന്നു അല്ലേ. അമ്മ ഈ പൂച്ച കളിമോടാവുമ്പോ മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു ഞാൻ പാമ്പിന്റെ കണ്ണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ പൂച്ചനെ ആണെങ്കിൽ ചോദിച്ചാൽ മതി, തരും. ഒക്ടോബർ അല്ലേ, കുറുത്തങ്കട്ടോളാണെങ്കിൽ ചോദിച്ചാൽ മതി, തരാം. ഇനി മഞ്ഞ് കൂടും. ഒക്ടോബർ കഴിഞ്ഞില്ല, ഇനി നവംബർ ഡിസംബർ ജനുവരി ആകുമ്പോഴേക്കും ഭയങ്കര കുഞ്ഞാപ്പി വലിയൊക്കെ ഇപ്പൊ ഇങ്ങനെ എണീറ്റ് വന്ന ആള് കിടക്കപ്പായിന്ന്. ഈ കാട്ടിൽ ഒരു പൂച്ച വിളിച്ചിരിപ്പുണ്ട്, കണ്ടുപിടിക്കാൻ പോർക്കെങ്കിലും. പൂച്ചോട് പോയി. സ്വീറ്റി
അത് കിടക്കപ്പായി കിടന്നാണ്